സ്വാഗതം. അപ്പൊ തിരിച്ചും ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ട് വന്നേക്കാണ്. ഇന്നൊരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതെ, ഗുലാബ് ജാം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആച്ചിയുടെ ഗുലാബ് ജാമുൻ മിക്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലോ ഗുലാബ് ജാം റെസിപ്പിയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീഷർട്ടും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഓക്കെ അത്രയ്ക്ക് ഇഷ്ടമല്ല, നല്ലവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും സ്നാക്സ് ആയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഗുലാബ് ജാം ഉണ്ടാക്കാനായിട്ട് ഇതിന് ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് 250 ml ആണ്. ഇതിനൊരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് അതെ 1 കപ്പ് ചേർത്തു. ഇനി 2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം കേട്ടോ. പഞ്ചസാര പാവുന്നത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്നാണ് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഗുലാബ് ജാമിന്റെ ബോൾസ് റെഡി ആക്കാം. മാവ് അതിൽ തയ്യാറാക്കാം. ഇവിടെ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഈ ചപ്പാത്തിക്ക് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ബോൾസിലാക്കി അതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും മാവ് തേക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിട്ട് വേണം മാവ് തേക്കാനായിട്ട്. അപ്പൊ അത് ഒട്ടിപ്പിടിക്കില്ലേ പ്ലേറ്റിൽ കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ കുഴക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കാതെ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പം നിങ്ങളിപ്പോൾ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് പാനിൽ എപ്പോഴും ഓയിൽ തടവിട്ട് കണ്ടോ, ഓയിൽ തടവിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടി പിടിക്കില്ല. അപ്പം നമ്മുടെ മാവ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 to 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഒരു 5 to 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി സെറ്റ് ആയി കിട്ടും. സെൽപ്പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ.